Hi everyone, welcome to another beautiful episode of Kriya Talks. Today, I'm really happy to have this particular guest on our show, on our podcast, because ഞാനിപ്പോൾ B.Ed കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ആൻഡ് ഐ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ഫോർ ടീച്ചേഴ്സ് ടു ബി ക്രിയേറ്റീവ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻ ദിസ് ഫീൽഡ്. ആൻഡ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദിസ് മാൻ ഈസ് റണ്ണിങ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും കഴിഞ്ഞ 6 വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ 250-ൽ കൂടുതൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പഠിച്ചിറങ്ങിയ ഒരു സ്ഥാപനം. I'm talking about Finverse Classes and I'm having Shabir Pullet, the founder and managing director of Finverse Classes. Hi sir, welcome to our podcast. Hi. അപ്പോൾ സാർ, ഇപ്പോൾ നമുക്ക് ഫിൻവേഴ്സിൻ്റെ ഒരു ജേർണിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾക്കും ഫിൻവേഴ്സ് എന്നതിനേക്കാളും പരിചിതമായിട്ടുള്ളത് ഫിനിക്സ് എന്നുള്ള പേരാണ്. കാരണം നമ്മൾ തുടങ്ങുന്നത് ഫിനിക്സ് എന്നുള്ളൊരു പേരിലാണ്. അപ്പോൾ ആ ഒരു നെയിമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ചേഞ്ചിലേക്ക് എത്താൻ എന്താണ് കാരണം? 2009 കാളികാവ് ഫിനിക്സ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്. അതിലാണ് ഈ സ്ഥാപനം ആദ്യമായിട്ട് തുടങ്ങുന്നത്. എൻ്റെ ജ്യേഷ്ഠനാണ് ആ കോളേജിൻ്റെ ഉടമ ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോളേജിൽ ഒരു ചെറിയ ക്ലാസ് റൂം മാത്രം എടുത്തിട്ട് വെറും 17 കുട്ടികളെ കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് 2 വർഷം മുമ്പ് വരെ ഫിനിക്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു ഇതിൻ്റെ പേര്. നമ്മൾ ഇതിൻ്റെ ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട് അതിനെ അപ്ലൈ ചെയ്തപ്പോൾ പല തവണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഫിനിക്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് ഒരിക്കലും നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടില്ല. ആ സമയത്താണ് ഫിനിക്സ് എന്ന പേര് മാറ്റി ഫിൻവേഴ്സ് എന്ന പേരിലേക്ക് മാറ്റിയത്. ഫിൻവേഴ്സ് എന്ന പേരെന്ന് പറഞ്ഞാൽ ഫിനിക്സ് പ്ലസ് യൂണിവേഴ്സ്, അതായത് ഫിനിക്സിൻ്റെ ലോകം, അതാണ് ആ പേരിൻ്റെ മീനിങ്. അങ്ങനെയാണ് ഫിൻവേഴ്സ് ക്ലാസ്സസ് എന്ന പേര് കിട്ടിയത്. അപ്പോൾ അത് ട്രേഡ് മാർക്ക് എടുത്തു, രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫിൻവേഴ്സ് ക്ലാസ്സസ് പോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഏതൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും അതിന് മുൻപിൽ ഒരു സ്റ്റാർട്ട് ഉണ്ടാവും, നമ്മളൊരു അതിന് പിന്നിലൊരു ഡ്രീം ഉണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ ഫിൻവേഴ്സ് തുടങ്ങാനുണ്ടായിരുന്ന ഒരു ഡ്രീം എന്തായിരുന്നു സർ? നേരത്തെ പറഞ്ഞു, 2009 കാളികാവിൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ സ്കൂളുകളിൽ ഗസ്റ്റ് ടീച്ചറായി പോയിരുന്നു. ഞാൻ ആദ്യമായി ടീച്ചറായത് വണ്ടൂർ WIC ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ആ സ്കൂളിലാണ്. അവിടെ ഫിസിക്സിൻ്റെ ടീച്ചറായിരുന്നു. അതേസമയം പുല്ലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് കുട്ടികളോട് എന്ത് ചെയ്യും, എൻട്രൻസ് ക്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, പുല്ലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾ ചിരിക്കാറുണ്ടായിരുന്നു. കാരണം ഞങ്ങളൊന്നും ഇതിന് പറ്റൂല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ആഗ്രഹമാണെന്ത്, വണ്ടൂർ കേന്ദ്രീകരിച്ച് ഈ മലയോര മേഖല കേന്ദ്രീകരിച്ച് ഒരു സ്ഥാപനം ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്തു, 6 സ്ഥലങ്ങളിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ഇതിൻ്റെയൊക്കെ സെൻട്രലായിട്ട് വണ്ടൂർ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്യാമ്പസ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശമുണ്ട് നമുക്ക്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങി. അതുമായി ബന്ധപ്പെട്ട ക്യാമ്പസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സമീപ ഭാവിയിൽ അതിൽ ക്ലാസ്സുകളൊക്കെ തുടങ്ങും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് സ്ഥാപനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, സ്പെഷ്യലി ഫോർ സയൻസ് സബ്ജക്റ്റ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഫിൻവേഴ്സ് പോലൊരു സ്ഥാപനം നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്? കുട്ടികൾ എന്തുകൊണ്ടാണ് ഫിൻവേഴ്സ് ചൂസ് ചെയ്യേണ്ടത്? നമ്മളതിൽ മനസ്സിലാക്കേണ്ടതേ, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിൽക്കണമെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ സിസ്റ്റമാണ്. ഫിൻവേഴ്സ് ക്ലാസ്സസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. ഒരു പ്രത്യേക വേറെ ആർക്കും ഇല്ലാത്തൊരു സിസ്റ്റം അതിനുണ്ട്. നമുക്കറിയാം, ഓരോ ബ്രാഞ്ചിലും ഒരു ഹെഡ് ഉണ്ടാവും, നമ്മൾ ഡയറക്ടർ എന്നാണ് അതിന് പറയാം. അതേപോലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ. ഇനി അതിൻ്റെ എക്സാം ആണെങ്കിലും അതൊരു സിസ്റ്റം ഉണ്ട്, ഒരു ഫിൻടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം സിസ്റ്റം ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക്. മിക്കവാറും സ്ഥാപനങ്ങളൊക്കെ പൊളിയലെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഉണ്ടാവില്ല. തുടങ്ങി ആദ്യത്തെ 2 മാസം വരും, പിന്നെ അത് പൂട്ടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളിൽ സിസ്റ്റം വളരെ പക്കയാണ്. രണ്ടാമത്തെ കാര്യം, നല്ല ഫാക്കൽറ്റീസ്. അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാറില്ല. ഏറ്റവും നല്ല കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഉപയോഗിക്കുള്ളൂ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഞങ്ങൾ റിസൾട്ടാണ്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 6 വർഷവും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഫുൾ A+ വാങ്ങിക്കൊടുത്തത് ഫിനിക്സ് ആണ്. ഇനി വരാൻ പോകുന്ന ഇയറിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതേപോലെ 250 ഡോക്ടർമാരുണ്ടാക്കി, 1000-ലധികം എഞ്ചിനീയർമാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, നല്ല സിസ്റ്റം, നല്ല ഫാക്കൽറ്റീസ്, നല്ല റിസൾട്ട്, ഈ 3 കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു കുട്ടികൾ എപ്പോഴും നമ്മളിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ പൊതുവേ കുട്ടികൾക്ക് സയൻസ് വിഷയം എടുക്കാൻ ഭയങ്കര മടിയാണ് ഉണ്ടാവാറ്. എന്നാൽ നേരെ മറിച്ചിട്ട് പാരൻസ് അവരെ സയൻസ് എടുക്കാൻ പുഷ് ചെയ്യാറാണുള്ളത്. അപ്പോൾ ഈ ഒരു പേടിനെയും അതേപോലെ തന്നെ ഈ വിഷയം എടുക്കാനുള്ളൊരു മടിയെയും ഫിൻവേഴ്സ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? എങ്ങനെയാണ് കുട്ടികൾക്ക് ഫിൻവേഴ്സ് സയൻസ് എന്ന സബ്ജക്റ്റിനെ ഈസി ആക്കി കൊടുക്കുന്നത്? സാധാരണ രക്ഷിതാക്കളും കുട്ടികളൊക്കെ പറയുന്നൊരു കാര്യം തന്നെയാണത്, സയൻസ് എടുത്താൽ ഒരുപാട് ബുദ്ധിമുട്ടണം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, ഹ്യൂമാനിറ്റീസിനേക്കാളും കൊമേഴ്സിനേക്കാളും ഒക്കെ കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ അത് സയൻസ് തന്നെയാണ് നല്ലത്. കാരണം സയൻസിലെ ബേസിക്കായ കൺസെപ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടിക്ക് ഇത് സയൻസ് പഠിക്കാൻ ഈസിയാണ്. മിക്കവാറും കുട്ടികൾ എന്താ ചെയ്യുക, സയൻസിൻ്റെ ബേസിക്കായ ഒരു കാര്യം ഉണ്ടാവില്ല, ഒന്നും അറിയുണ്ടാവില്ല. അതേപോലെ മാത്സിൻ്റെ ബേസ് അറിയുണ്ടാവില്ല. ഇങ്ങനത്തെ കുട്ടികൾ സയൻസ് എടുത്താൽ അവർ ബുദ്ധിമുട്ടാറുണ്ട്. നമ്മളിത് ചെയ്യുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് എന്ന കോഴ്സ് തുടങ്ങുന്നുണ്ട്. ഏപ്രിൽ 27 മുതൽ ഫിൻവേഴ്സിൻ്റെ 6 ബ്രാഞ്ചുകളിലും ബ്രിഡ്ജ് കോഴ്സ് തുടങ്ങുകയാണ്.
ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് സയൻസിൻ്റെ ബേസിക് എല്ലാ കാര്യങ്ങളും കൊടുക്കും. ഇപ്പോൾ ആഡ് ചെയ്യേണ്ടത്, സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ മുതൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും മാത്സിലെയും ഒക്കെ ബേസിക് ആയ ടേമുകൾ, കൺസെപ്റ്റ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് സയൻസ് ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ ടീച്ചിങ്ങിൻ്റെ കാര്യത്തിലും നമ്മൾ ഓരോ ടീച്ചറും കൊടുക്കുന്ന നിർദ്ദേശം NCERT മുഴുവനും അതിൻ്റെ മുഴുവൻ കൺസെപ്റ്റും കൃത്യമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ ടൈമോ കാര്യങ്ങളോ നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിൻവേഴ്സിൽ വരുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ ഫിൻവേഴ്സ് ചെയ്യുന്ന മറ്റൊരു കാര്യം, ക്ലാസ്സിനോടൊപ്പം അവർക്ക് അഡീഷണലായ കുറേ ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് നമ്മൾ ടർഫ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. നമ്മളെല്ലാ വർഷവും ഒരു വേൾഡ് കപ്പിൻ്റെ മാതൃകയിൽ നമ്മൾ 6 ബ്രാഞ്ചിലെയും കുട്ടികളെ ഏകദേശം 15-16 ടീമൊക്കെ ആക്കിയിട്ട് സാധാരണ ജേഴ്സിയും എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് ഒരു ഫുട്ബോൾ ഒരു ടൂർണമെൻറ്റ് നടത്തും. ഇതിലെന്ത് ചെയ്യും, പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും, വളരെ സജീവമായി പങ്കെടുക്കാറുണ്ട്. നമ്മളതിൽ വെക്കുന്ന ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ, ഫുട്ബോൾ കളിക്കണമെങ്കിൽ നമ്മളെ ഫിൻ ടെസ്റ്റ് മുഴുവൻ എഴുതിയിരിക്കണം. അതേപോലെ എല്ലാ ക്ലാസ്സിലും പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും, കളിക്കാൻ താല്പര്യ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, എക്സാം സിസ്റ്റമാറ്റിക്കായി എഴുതും, അതേപോലെ ക്ലാസ്സിൽ സിസ്റ്റമാറ്റിക്കായി വരും. അപ്പോൾ ആ ഫുട്ബോൾ നമ്മൾ എന്ത് ചെയ്തു, അവരെ പിന്നെ നമ്മളെ പഠനത്തിൻ്റെ കാര്യത്തിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ ഈ വർഷം മുതൽ നമ്മൾ ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഈ മെയ് 24 അതിൻ്റെ ടൂർണമെൻറ്റ് വരുന്നത് വണ്ടൂർ വെച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ പഠനത്തോടൊപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ സയൻസിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നൊരു ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിൻവേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൊക്കെ നമ്മൾ കണ്ടു 9th ഫൗണ്ടേഷൻസ് തുടങ്ങിയിട്ടുണ്ട്, ഫൗണ്ടേഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അത് മേർനാട്ടിൽ ആദ്യമായിട്ട്. അപ്പോൾ ഈ ശരിക്കും ഈ ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആണത്? നമ്മളതിൽ മനസ്സിലാക്കേണ്ടതേ, കഴിഞ്ഞ വർഷം നീറ്റ് റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ 100 റാങ്കിൽ കേരളത്തിൽ ഒരു കുട്ടി പോലും ഇല്ല. അതേപോലെ IIT പഠിക്കുന്ന കുട്ടികൾ എണ്ണെടുത്ത് നോക്കുമ്പോൾ 1% താഴെയാണ് കേരളത്തിലെ കുട്ടികൾ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, കേരളം ഒഴികെ മറ്റുള്ള സ്റ്റേറ്റിൽ, പ്രത്യേകിച്ച് ഗുജറാത്ത്, അതേപോലെ ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ 5ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, നീറ്റ്, അതേപോലെ JEE, അതേപോലെ സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കോച്ചിങ് തുടങ്ങാണ്. നമ്മളെ നാട്ടിലെന്താ ചെയ്യുക, +2 കഴിഞ്ഞിട്ടാണ് രക്ഷിതാക്കൾ വരുന്നത്, സാറേ എൻ്റെ കുട്ടികൾക്ക് 99% മാർക്കാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലും അങ്ങനത്തെ ഒരു കൾച്ചർ തുടങ്ങണം. അത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ 9ാം ക്ലാസ് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വർഷം ഫിൻവേഴ്സിൻ്റെ 6 ബ്രാഞ്ചുകളിലും 9ാം ക്ലാസ്സിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങുകയാണ്. ഈ ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നീറ്റ്, JEE, സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾക്കുള്ള ഒരു ഫൗണ്ടേഷൻ കുട്ടികൾ കൊടുക്കുകയാണ്. അവരുടെ ക്ലാസ് റൂം പഠനത്തിനൊപ്പം ഒരു ഫൗണ്ടേഷൻ ക്ലാസ് റൂം കൊടുത്ത് അവരെ +2 കഴിയുമ്പോൾ തന്നെ നീറ്റ് പോലുള്ള പരീക്ഷയിൽ റാങ്ക് കിട്ടാനുള്ള ഇതിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളുകളിലുള്ള സാഹചര്യത്തിൽ നമ്മളെപ്പോഴും പറയുന്നതാണ്, കുട്ടികൾക്ക് ഈ ട്യൂഷനും കൂടെ അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വരുമ്പോൾ അവർക്കതൊരു ഭാരമായിട്ട് തോന്നാറുണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സാറ് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സ്ഥാപനമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭാരമായിട്ടാണോ അതോ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് കുട്ടികളെന്ന സാറിന് തോന്നുന്നത്? സാധാരണ ഫിൻവേഴ്സിൽ വരുന്ന കുട്ടികൾ ഫിൻവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അത് പറയില്ല എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം എന്ത് ഫിൻവേഴ്സിലെ ക്ലാസ്സും സ്കൂളിലെ ക്ലാസ് മോശമാണെന്നല്ല പറഞ്ഞത്. കാരണം സ്കൂൾ ഒരുപാട് ലിമിറ്റേഷനുകളുണ്ട്. കാരണം സ്കൂൾ ക്ലാസ് തുടങ്ങുന്നത് ജൂണിലാണ്. തുടങ്ങിയിട്ട് പിന്നെ ആർട്സ്, സ്പോർട്സ്, അതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യണം. പിന്നെ സ്കൂളിലെ ക്ലാസ്സിന് ടീച്ചേഴ്സിനൊക്കെ 1 മണിക്കൂറാണ് എന്ത് ചെയ്യുക, ഒരു ദിവസം കിട്ടുക. അപ്പോൾ ഈ സയൻസിലെ ഈ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയ കൺസെപ്റ്റുകളൊന്നും 1 മണിക്കൂർ, ഇപ്പോൾ ഈ നമുക്കറിയാം +2 മാത്സ് ഇൻ്റഗ്രേഷൻ പോലത്തെ ചാപ്റ്ററൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാൻ 1 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ സ്കൂളിൽ ഒരിക്കലും ടീച്ചേഴ്സിന് അതിൻ്റെ എന്താണോ NCERT ഉദ്ദേശിച്ചത് അതേ രീതിയിൽ പഠിപ്പിക്കാൻ ചാൻസ് കുറവാണ്. ഞാൻ പറഞ്ഞ എല്ലാവരും അല്ല പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഫിൻവേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫിൻവേഴ്സിൽ വന്ന കുട്ടിക്ക് ഓരോ ചാപ്റ്ററിനും അതിലെ മുഴുവൻ NCERTയിലെ പ്രോബ്ലമൊക്കെ ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റും. സ്കൂൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫിനിക്സിൽ വന്ന കുട്ടി അല്ലെങ്കിൽ ഫിൻവേഴ്സിൽ വന്ന കുട്ടികൾ ഒരിക്കലും എന്ത് പറയില്ല, വന്ന് ചോദിച്ചത് കുട്ടി ഞങ്ങൾക്ക് സ്കൂളും ഫിൻവേഴ്സും ഭാരമാണെന്ന് പറയും. ഞാൻ അങ്ങനെ പറയുന്ന കുട്ടികൾ എന്താണ്, അവർ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും, അല്ലാതെ ഈ പഠനവുമായി ബന്ധപ്പെട്ട് അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് ബ്രാൻഡുകൾ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീൽഡിൽ വരുന്ന ഒരുപാട് ബ്രാൻഡുകൾ ചെറിയ ഫീസിൽ തന്നെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഫിൻവേഴ്സ് നിലനിന്ന് പോകുന്നത്? ഫിൻവേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് വെറും ഓൺലൈനിൽ പഠിച്ചാൽ കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ മാത്സിൻ്റെ പരീക്ഷയ്ക്കൊക്കെ അങ്ങനെ നമുക്കറിയാം, കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം കുട്ടികൾ കണ്ടുവന്നൊരു രീതിയാണെന്ത്,
പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പോ അല്ലെ തലേ ദിവസമൊക്കെ യൂട്യൂബിൽ എന്ത് ചെയ്യും, വലിയ വലിയ ബ്രാൻഡുകൾ ലൈവ് ക്ലാസ് ഉണ്ടാവും. ഈ ലൈവ് ക്ലാസ് കണ്ട് പരീക്ഷയ്ക്ക് പോകും. 2 വർഷം മുമ്പ് വരെ കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ പോയ കുട്ടികൾക്കൊന്നും മാർക്കില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഫിൻവേഴ്സ് ഒരിക്കലും വെറും ഓൺലൈനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫിൻവേഴ്സ് അതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷേ അത് ഓഫ്ലൈന് വരുന്ന കുട്ടികൾക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും വലിയ ബ്രാൻഡുകൾ കൊടുക്കുന്ന അതേ രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ലേണിംഗ് ആപ്പ് വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫിൻവേഴ്സ് ലേണിംഗ് ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ മുഴുവൻ ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, പരീക്ഷാ സമയത്ത് ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, അതേപോലെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ ബ്രാൻഡുകൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ആപ്പിൽ പിന്നെ കുട്ടികൾക്ക് ഓഫ്ലൈൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും കൊടുക്കുന്നുണ്ട്. അതേപോലെ ചില കുട്ടികൾക്കൊക്കെ ക്ലാസ് മിസ്സാകും, പല കാരണങ്ങൾ കൊണ്ട് എന്ത് മിസ്സാകും. അപ്പോൾ അവർക്ക് ക്ലാസ് മിസ്സായാലും ആ ക്ലാസ്സുകൾ നമ്മൾ ആപ്പ് വഴി അവർക്ക് കണ്ട് അവർക്ക് ഫിൻവേഴ്സിൻ്റെ ഫിൻ ടെസ്റ്റിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പറ്റും. ഓക്കെ. അപ്പോൾ സാറ് മുൻപ് പറഞ്ഞൊരു മറുപടിയിൽ ഇത് ഇപ്പോഴും ഫിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മെൻഷൻ ചെയ്തു. ശരിക്കും എന്താണ് ഈ ഫിൻ ടെസ്റ്റ്? ഫിൻവേഴ്സിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണെന്ത്, ഈ ഫിൻ ടെസ്റ്റ്. നമ്മൾ ഫിൻവേഴ്സിൻ്റെ 6 ബ്രാഞ്ചുകളെയും ട്യൂഷന് പഠിക്കുന്ന 6 ബ്രാഞ്ചുകളെയും കുട്ടികളെ ഒരേ സമയം ഒരു ബോർഡ് എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ നടക്കുന്ന ഒരു എക്സാമാണ് ഫിൻ ടെസ്റ്റ്. നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ്, അതേപോലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പാണ് ഇത് എക്സാം നടത്താറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ നമ്മൾ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ അതേപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതേപോലെ ഇൻവിജിലേറ്റേഴ്സ് പുറത്ത് നമ്മൾ വെക്കും, ഹാൾ ടിക്കറ്റ് കൊടുക്കും. അപ്പോൾ ഈ ഫിൻവേഴ്സിൽ ജോയിൻ ചെയ്ത് ഫിൻ ടെസ്റ്റ് എഴുതിയ കുട്ടിക്ക് പബ്ലിക് എക്സാം ഒരു ബുദ്ധിമുട്ടേ ആകൂല. കാരണം അവർ ഫിൻവേഴ്സിന് പോകുമ്പോഴേക്കും ഒരുപാട് എക്സാമുകൾ എഴുതി അവർക്ക് ശീലം ഉണ്ടാവും. നമുക്കറിയാം നമ്മളെ നാട്ടിലൊക്കെ ചെറിയ സെൻറ്ററുകളുണ്ടാവും. ഇവിടെയൊക്കെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ കുട്ടിയോട് മാത്രമേ കോമ്പറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഫിൻവേഴ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ ഫിൻ ടെസ്റ്റിലൂടെ ഏകദേശം 45ഓളം സ്കൂളിലെ കുട്ടികളോട് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫിൻ ടെസ്റ്റ് കൊണ്ടാണ് നമ്മൾ റിസൾട്ട് ഉണ്ടായെന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പോൾ സാറ് ഫുട്ബോൾ ടൂർണമെൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പം നമ്മൾ ഈ ഒരു ടൂർണമെൻ്റൊക്കെ വയ്ക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ നമുക്കൊരു ചെറിയ രീതിയിൽ ഹെൽത്തി ആയിട്ടോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ചെറിയ വഴക്കുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാറുള്ളത്? നമ്മൾ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നതിന് 2 ഉദ്ദേശമുള്ളത്. ഒന്നാമത്തേത് ഫിൻവേഴ്സിൻ്റെ ക്ലാസ്സുകളിലേക്ക് വരണം. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ വെക്കുക എന്താ, മുഴുവൻ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു 80% അറ്റൻഡൻസ് കുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഫിൻ ടെസ്റ്റ് മുഴുവൻ എഴുതണം. ഈ 2 കണ്ടീഷൻ വെക്കുമ്പോൾ തന്നെ ഏകദേശം ഫുട്ബോൾ കളിക്കുന്ന പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ക്ലാസ്സിൽ സ്ഥിരമായി വരും, എക്സാം എഴുതും. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെ പിന്നെ ടീച്ചേഴ്സും അതേപോലെ നമ്മുടെ ഡയറക്ടേഴ്സും നമ്മളെ സ്റ്റാഫുകളൊക്കെ ഈ കുട്ടിയോട് നല്ലൊരു ബന്ധം ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ബന്ധം അതൊരു നമുക്കൊരു വേറെ ബന്ധമാണ്. പക്ഷേ ഗ്രൗണ്ടിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ തോള് പിടിച്ച് നടക്കുന്നു, വളരെ വലിയൊരു ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളൊരിക്കലും നമ്മളെന്ത് ചെയ്യുക, ഇത് ഇപ്പം നമ്മൾ 7 സീസൺ നടന്നു, ഒരു ചെറിയൊരു പ്രശ്നം പോലും ആ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉണ്ടായില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ അവരെ പഠിപ്പിക്കും. അങ്ങനെ നമ്മളിതൊരു പരസ്പരം ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ടൂർണമെൻറ്റാണ്. ഒരിക്കലും മറ്റുള്ള കുട്ടികളെ ഇനി ജയിച്ചാലും തോറ്റാലും ഒക്കെ നമ്മൾ തന്നെയാണ് ജയിക്കുന്നത്. ഫിൻവേഴ്സിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ വിന്നറായത് വണ്ടൂർ ബ്രാഞ്ചാണ്. അപ്പോൾ വണ്ടൂർ ഫിൻവേഴ്സാണ് ജയിച്ചത്. അപ്പോൾ നമ്മളെല്ലാ കുട്ടികളും ആ രീതിയിലാണ് അതിനെ കാണുക. അതുകൊണ്ട് ഒരിക്കലും ഇതുവരെ ഇത്രയും കാലഘട്ടത്തിൽ 7 സീസൺ നടന്നപ്പോഴും ഒരു ചെറിയൊരു പ്രശ്നം പോലും നമുക്കതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്കൂളിലുള്ളൊരു പോസിബിൾ അല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അവർക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഫിൻവേഴ്സ് പോലുള്ളൊരു സ്ഥാപനം എങ്ങനെയാണ് കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മളെല്ലാ വർഷവും 2 തവണ വൈവ എക്സാം നടത്തും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു സ്ഥാപനവും ഇങ്ങനെ വൈവ എക്സാമും സിസ്റ്റമാറ്റിക് നടത്തും. വെറുതെ നടത്തും, പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് 2 തവണ വൈവ എക്സാം നടത്തും. ഓരോ കുട്ടിയും ഇൻഡിവിജ്വലായിട്ട് അതിന് പറ്റിയ ഫാക്കൽറ്റീസ് വെച്ചിട്ട് ഓരോ കുട്ടിയും പേഴ്സണലായിട്ട് അവർ ചോദിക്കും. ഓരോ ചാപ്റ്റർ എന്താണ്, അതിലേത് കൺസെപ്റ്റാണ് ബുദ്ധിമുട്ടുള്ളത്, അങ്ങനെ കണ്ടെത്തുന്ന വളരെ ബാക്കിലുള്ള കുട്ടികൾക്ക് അവസാനം ഞങ്ങളൊരു ബൂസ്റ്റർ ബാച്ച് വെക്കാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. ഏറ്റവും ബാക്കിലുള്ള കുട്ടികളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഒരു ബൂസ്റ്റർ ബാച്ച്. അതിപ്പോൾ തുടങ്ങൂല, ഏറ്റവും അവസാനം ഒരു റിവിഷൻ സമയത്തൊക്കെ. കാരണം വളരെ ബാക്കിലുള്ള കുട്ടികൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തി അവർക്ക് ബൂസ്റ്റർ ബാച്ച് വെച്ച് അവരെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റമാണുള്ളത്. ഇപ്പോൾ ഫിൻവേഴ്സ് ഇപ്പോൾ 20ലേറെ വർഷമായിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ത്രെട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫിൻവേഴ്സിന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു മേജർ ത്രെട്ട് എന്താണ്? നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ത്രെട്ടുകളുണ്ടാവാം. ഇന്നും ഇന്നലെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മളെ മാനസികമായി ഏറ്റവും തകർത്ത ചില സന്ദർഭം, ഒരു 2, 3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം,
നമ്മൾ വലിയൊരു ക്യാമ്പസ് നമ്മൾ വണ്ടൂർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മളെ ഒരാൾ നമ്മളെന്ത് ചെയ്തു, നമ്മളിന്ന് കുറച്ച് ഫണ്ടൊക്കെ വാങ്ങിയിട്ട് അയാൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതോടുകൂടി ആ പ്രൊജക്റ്റ് നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റ് വീണ്ടും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ 2 മാനേജർമാരെ, നമ്മളെ സ്ഥാപനം കൊണ്ട് നടന്നിരുന്ന 2 മാനേജർമാരെ നമുക്ക് അവരെ ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് അവരെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഈ 2 മാനേജരെക്കാളും പ്രശ്നം അവരെ പിന്നിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണെന്നുള്ളത് മനസ്സിലാക്കുകയും പിന്നീട് ആ ടീച്ചറെ ഒഴിവാക്കുന്നതോടുകൂടി പിന്നീട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുക. പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്താലും നമുക്കൊന്നും ബാധിക്കില്ല. പക്ഷേ ഉള്ളിലൊരാളുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക, നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ആളെ മാറ്റി നിർത്തിയോട് കൂടി ഒരു പ്രശ്നമില്ലാതെ ഇപ്പോൾ സ്ഥാപനം നന്നായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടിക്കലൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഞാനത് മനസ്സിലാക്കിയത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അത് പഠിക്കാൻ പറ്റി. നമ്മൾ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതേപോലെ നമ്മളെ സ്ഥാപനത്തിൽ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനെ എനിക്കൊരു പോസിറ്റീവായിട്ടാണ് എന്ത് ചെയ്യുക, ആ ആളുകളോട് നമുക്ക് മനസ്സിൽ ദേഷ്യമോ പ്രശ്നങ്ങളൊന്നുമില്ല. അവരോടൊക്കെ നമ്മളിപ്പോഴും ഒരുപാട് നമ്മളെ പഠിപ്പിച്ച ആളുകളാണ്. ആ രീതിയിലാണ് നമ്മളവരെ കാണുന്നത്. ഇപ്പോൾ സാറ് പ്രതിസന്ധികളെ കുറിച്ചിട്ട് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ഫാമിലിയാണ് നമ്മുടെ സപ്പോർട്ടായിട്ടുണ്ടാവുക. സാറിൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും എത്രത്തോളം സപ്പോർട്ടീവാണ്? ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും നമ്മളൊപ്പം നിന്നിരുന്നത് നമ്മളെ ടീച്ചേഴ്സ് തന്നെയാണ്. ഓരോ ടീച്ചേഴ്സും സാധാരണ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാറി ഓരോ ടീച്ചേഴ്സും നമ്മളൊക്കെ ഫ്രണ്ട്സായിട്ടാണ് എന്ത് ചെയ്യണത്. ഞാനൊരു ടീച്ചറാണ്, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു ടീമായിട്ടാണ് എന്ത് ചെയ്യണത്, വർക്ക് ചെയ്യണത്. ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും പല ടീച്ചേഴ്സിൻ്റെ പേരെടുത്ത് ഞാൻ പറയണില്ല, അവരൊക്കെ നമ്മൾ വിളിച്ചിട്ടും ഒപ്പം ഇരുന്നിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപദേശിച്ച് മുമ്പോട്ട് പോകണം. അതേപോലെ എൻ്റെ വൈഫിനെ കുറിച്ച് പറയുമ്പോൾ വൈഫും ഒരു ടീച്ചറാണ്. അവൾ കെമിസ്ട്രി സബ്ജക്റ്റാണ്. ഇപ്പോഴും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ഭയങ്കര സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും. നമ്മൾ പിന്നാലെ കൂടി നടന്ന് അതേപോലെ ക്ലാസ്സിലൊക്കെ കയറി കുട്ടികളൊക്കെ ഒരുപാട് എൻട്രൻസിനൊക്കെ കുട്ടികൾ റെഡി ആകുമ്പോൾ തലേ ദിവസമൊക്കെ അവരെ പോയി സന്ദർശിച്ചിട്ടും ഹോസ്റ്റൽ വിസിറ്റ് ചെയ്തിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈഫ് ഒപ്പം നിൽക്കാറുണ്ട്. അതേപോലെ ഉപ്പയും കഴിഞ്ഞ ജനുവരി 30 ഉമ്മ മരിച്ചു. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉമ്മയോട് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഉമ്മാൻ്റെ ആ ഒരു നഷ്ടം നമുക്ക് നികത്താൻ പറ്റിയൊന്നുമല്ല. അതേപോലെ ഉപ്പയാണെങ്കിലും ഓരോ ബ്രാഞ്ച് സന്ദർശിക്കാനും മൊത്തത്തിൽ എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും വൈഫൊക്കെ ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ പ്രതിസന്ധിയൊക്കെ മറികടന്ന് ഈ സ്ഥാപനം വീണ്ടും മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം. ആസ് എ ടീച്ചർ ഒരു നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതിനെ സാറിന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ കഴിയുക? സാധാരണയായി നമ്മളൊക്കെ ക്ലാസ് റൂമിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ക്ലാസ് റൂമിൽ കാണുന്നത് വെച്ചാൽ ഒരു ലെക്ചറിങ് മെത്തേഡാണ്. നമ്മൾ ടീച്ചേഴ്സിനോട് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ വെറുതെ ലെക്ചർ ചെയ്ത് പോയി അങ്ങനെ ചെയ്യേണ്ട വേണ്ടത്. പകരം അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ടീച്ചേഴ്സിനോട് വളരെ നല്ല ബന്ധത്തോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയ രീതിയിൽ കുറച്ചുകൂടി ഓരോ കുട്ടിയെയും മനസ്സിലാക്കിയിട്ട് ക്ലാസ് എടുക്കണമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നല്ല വിജയമാണ്. കാരണം ക്ലാസ്സിൽ വന്ന ഓരോ കുട്ടിയും എന്ത് ചെയ്യും, ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് എനിക്കിപ്പോഴും പല കുട്ടികളും പുറത്ത് പോയാലും പല ദൂരം നിന്ന് കാണുമ്പോഴും പല യാത്രയിലൊക്കെ കാണുമ്പോഴും സാറെ സിമിൽ സാർ നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടോ, ഒരു മാത്സിൻ്റെ ടീച്ചറാണ്. അതേപോലെ പ്രദീപ് സാർ നിങ്ങളെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ പഴയ വിനു സാർ, അങ്ങനെ ഓരോരുത്തരും അവർ ചോദിക്കാറുണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ ഈ ടീച്ചേഴ്സ് ഈ തുടക്കം മുതലേ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്തത്. അത് കാരണം പുതിയ വരുന്ന ടീച്ചേഴ്സ്, ഫിൻവേഴ്സിലെ പല ടീച്ചേഴ്സും അല്ലെങ്കിൽ ഒരു 50% ടീച്ചേഴ്സും ഫിൻവേഴ്സിൽ പഠിച്ച് വന്ന കുട്ടികൾ തന്നെയാണ്. കാരണം അവരൊക്കെ കണ്ടത് ഇങ്ങനത്തെ സിമിൽ സാറേയും വിനു സാറേയും പ്രദീപ് സാറേയും അങ്ങനെ പഴയ നമ്മളെ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെ കണ്ടാണ് വന്നത്. അതുകൊണ്ട് പുതിയ വന്ന ടീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യും, ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റമാണ് നമ്മളെ ഫിൻവേഴ്സ് മുമ്പിലേക്ക് ഒരുപാട് പോകാനുള്ള കാരണം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എഡ്യൂക്കേഷണൽ ഫീൽഡിൽ കൂടുതലായിട്ട് ടെക്നോളജി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിൻവേഴ്സ് എത്രത്തോളം ടെക്നോളജിക്കലി ഒക്യുപ്പൈഡ് ആണ്? നമ്മൾ ഫിൻവേഴ്സ് ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് മലപ്പുറം ജില്ലയിൽ ആദ്യമായി ആപ്പ് ഉണ്ടാക്കിയത് നമ്മളാണ്. അതിനുശേഷമാണ് വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ആപ്പിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളെ സിസ്റ്റം എന്ന് വെച്ചാൽ അതൊരു ഓഫ്ലൈനിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ആപ്പായിട്ടാണ് നമ്മൾ മുമ്പോട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഒരുപാട് കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ അതിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഓരോ കാര്യങ്ങളും. അതേപോലെ നമ്മൾ ഈ വർഷം മുതൽ നമ്മൾ ഓരോ ക്ലാസ് റൂമിലും സ്മാർട്ട് പാനൽ നമുക്കാണ് വലിയൊരു സ്മാർട്ട് ബോർഡ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു.
ഇനി നമ്മളെല്ലാ ക്ലാസ് റൂമിലും സ്മാർട്ട് പാനലുകൾ ഉപയോഗിച്ചിട്ട് അതേപോലെ മുഴുവൻ ക്ലാസ് റൂം AC ആക്കി. ഇപ്പോൾ ഏകദേശം ക്ലാസ് റൂമൊക്കെ AC ആയി വരുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ മുഴുവൻ ക്ലാസ് റൂം AC ആക്കി. അങ്ങനെ നമുക്ക് ഡിജിറ്റലി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഈ 20 ഇയേഴ്സിൻ്റെ മുകളിലുള്ള ഒരു ജേർണി എന്ന് പറയുന്നത് എനിക്കറിയാം സാറിന് ഒരുപാട് ഇൻസ്പയറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തൊക്കെയാണ് സാറിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് കുട്ടികൾ റിസൾട്ട് വിളിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത്രയൊന്നും വേറെ ഒന്നിനും കിട്ടൂല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ വിഷ്ണു എന്ന് പറയുന്ന കുട്ടി, അവന് ഒരുപാട് മുമ്പ് ഇവിടുന്ന് പഠിച്ചു പോയതാണ്. അവനെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് സാർ എനിക്കിങ്ങനെ വെറ്റിനറി ഡോക്ടറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു ഇന്ന സ്ഥലത്താണ്, അപ്പോൾ സാറിനൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ച്. ഞാനിപ്പോൾ കുടുംബാടത്ത് പാരൻസ് മീറ്റിങ്ങിലാണ്. അപ്പോൾ വന്ന് കുറേ സമയം സംസാരിച്ച്. അപ്പോൾ പിന്നെ അന്ന് അവനൊരു ദിവസം കാളികാവ് ബ്രാഞ്ചിൽ തൊട്ടടുത്തൊരു ബ്ലോക്ക് ഓഫീസ് ഉണ്ട്. അന്ന് ബ്ലോക്ക് ഓഫീസ് അവിടെയായിരുന്നു. അവിടെ SC പിന്നെ സ്കോളർഷിപ്പ് എന്തോമായി ബന്ധപ്പെട്ട് അവിടെ വന്നതാണ്. അപ്പോൾ എന്നെ കണ്ടു, യാദൃശ്ചികമായി ഞാൻ ട്യൂഷന് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവന് പിന്നെ +1 +2 ഫിൻവേഴ്സിൽ വന്നു, റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ നീറ്റ് കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു, അവനിപ്പോൾ ഡോക്ടറായി. അപ്പോൾ അങ്ങനെ ഒരുപാട് പല കുട്ടികളും മെസ്സേജ് അയക്കും, സാറേ ഞാനിപ്പോൾ ഇന്ന MBBS കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്നത് കഴിഞ്ഞു. അതാണ് ഏറ്റവും ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഉണ്ടാക്കുന്ന കാര്യം. ഓക്കെ, അതാണ് ഏറ്റവും ഇൻസ്പയറിംഗ് അതുപോലെ ആയിട്ടുള്ള ഫാക്ടർ. ഓക്കെ, അപ്പോൾ സാറ് പാരൻസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ജേർണി എന്ന് പറയുമ്പോൾ അതിൽ പാരൻസിൻ്റെ, അതായത് സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ ഒരു സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം സപ്പോർട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്? ഫിൻവേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷം 2 തവണ പാരൻസ് മീറ്റിംഗ് വിളിക്കും. നേരത്തെ പറഞ്ഞ ഫിൻ ടെസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നാൽ പാരൻസ് മീറ്റിംഗ് വിളിക്കും. അതിൽ നമ്മൾ വളരെ വിശദീകരിച്ച് പാരൻസിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പാരൻസ് തിരിച്ച്, അതായത് വേറെ എവിടെയില്ലാത്ത, എനിക്കറിയാം പല സ്കൂളുകളിലും പാരൻസ് മീറ്റിംഗ് വിളിക്കാൻ പേടിയായിരിക്കും. പക്ഷേ ഫിൻവേഴ്സിൽ പാരൻസ് മീറ്റിംഗ് വിളിക്കുന്ന ഓരോ സ്റ്റാഫിനും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പാരൻസിന് ഒന്നും പറയാനുണ്ടാവില്ല. മാത്രമല്ല പിന്നെ ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോഴും പാരൻസിനും ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടും. കാരണം പാരൻറ്റിങ് ക്ലാസ് എല്ലാ മീറ്റിംഗും നമ്മൾ കൊടുക്കും. അതേപോലെ നമ്മൾ ഈ 2 പാരൻസ് മീറ്റിംഗ് അല്ലാതെ അതാത് ബ്രാഞ്ച് ഡയറക്ടേഴ്സിനോട് മിനിമം 2 തവണ ഒരു രക്ഷിതാവ് അവരെ വന്ന് കാണുമെന്ന് പറയാറുണ്ട്. പാരൻസ് വളരെ വലിയ സപ്പോർട്ടാണ്. ഈ സ്ഥാപനം ഇത്രയും പ്രതിസന്ധിയിൽ പോയപ്പോഴും ഞങ്ങളെ കൈപിടിച്ചുയർത്തിയത് ഓരോ പാരൻസുമാണ്. അപ്പോൾ ഈ പാരൻസിനൊക്കെ ഈ സമയത്ത് ആ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇൻസ്പയറിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയം വരെ ഫിൻവേഴ്സിൻ്റെ ഒരു റിസൾട്ട് പെർസെൻറ്റേജ് എത്രത്തോളമാണ് സർ? 2009 ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ നമ്മളൊരാഗ്രഹമായിരുന്നു ഒരു കുട്ടിക്ക് ഫുൾ A+ കിട്ടണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഫുൾ A+ ആയത്. പിന്നീട് ഫുൾ A+ൻ്റെ എണ്ണം കൂടി കഴിഞ്ഞ 6 വർഷവും മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയത് ഫിൻവേഴ്സ് എന്നാണ്. കഴിഞ്ഞ വർഷം 166 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടി. അതേപോലെ 250ഓളം കുട്ടികൾ ഫിൻവേഴ്സിൽ മാത്രം പഠിച്ച് ഡോക്ടർമാരായി. അതേപോലെ 1000-ലധികം കുട്ടികൾ എഞ്ചിനീയർമാരായി. അതേപോലെ ഇന്ത്യയിലെ പ്രീമിയറായ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫിൻവേഴ്സിലെ കുട്ടികളെത്തി. സാമ്പത്തികമായിട്ടൊന്നും ഒരുപാട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഈ റിസൾട്ടാണ് എൻ്റെ അസറ്റ്. ഇപ്പോൾ കുറേ കുട്ടികളുടെ കഥകളും റിസൾട്ട്സും ഒക്കെ സാറിൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിൽ സാറിന് ഏറ്റവും ഇപ്പോഴും പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാട് കുട്ടികളുണ്ട്, എങ്കിലും ഒരു ഫാഹിമ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അവളിപ്പോൾ MBBS കഴിഞ്ഞു, MD ചെയ്യുന്നുണ്ട്. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ്, കറക്റ്റ് വർഷം എനിക്ക് ഓർമ്മയില്ല, അന്ന് ഹോസ്റ്റലിൽ വാർഡൻ ഇല്ലാത്തൊരു കാര്യം, വാർഡൻ പെട്ടെന്ന് പോയി. നമുക്ക് ഗേൾസ് ഹോസ്റ്റലിൽ വാർഡനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വൈഫ് എല്ലാത്തിനും കൂടെ നിൽക്കുന്നതാണ്. സ്വാഭാവികം വൈഫിനോട് ഞാൻ എന്ത് പറഞ്ഞു, തൽക്കാലം വാർഡനില്ല, ഈ ഹോസ്റ്റൽ വാർഡൻ ആവണം. അങ്ങനെ ഹോസ്റ്റലിൽ ഈ ഫാഹിമ പറഞ്ഞ കുട്ടി നന്നായി പഠിക്കും. എനിക്ക് തോന്നുന്നു +2 99% മാർക്കുള്ള കുട്ടിയാണ്. നമ്മൾ നീറ്റ് ഏകദേശം കിട്ടുന്ന ഉറപ്പിക്കുന്ന കുട്ടിയാണ്. പക്ഷേ പരീക്ഷയോട് അടുത്ത സമയം ഈ കുട്ടിക്ക് വല്ലാതെ ഒരുപാട് ടെൻഷൻ, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ വൈഫ് അവിടെ കൂടെ തന്നെ നിന്ന്, കാരണം നമ്മൾ റിസൾട്ട് ഉറപ്പിച്ച കുട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ആ കുട്ടിയെയും കൊണ്ട് നമ്മൾ പിന്നെ വേറെ സ്ഥലത്ത് കൗൺസിലിങ്ങിനൊക്കെ പോയി. പിന്നീട് ആ കുട്ടി എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരുപാട് മാറി, നല്ല മാർക്ക് കിട്ടി. പിന്നെ നീറ്റിൽ നല്ല റിസൾട്ട്, എനിക്ക് തോന്നുന്നു 670 മാർക്കറ്റ് വാങ്ങി ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ത് ചെയ്തു, MBBS കഴിഞ്ഞ് ഇപ്പോൾ MD ചെയ്യാൻ. ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ അനിയത്തി എന്ത് ചെയ്തു, പിന്നീട് MBBS നേടി എന്നുള്ളതാണ്. ആ ഒരു കുട്ടിയെയും ആ ഫാമിലിയൊക്കെ എപ്പോഴും, മാത്രമല്ല ആ കുട്ടിയുടെ ഉപ്പയൊക്കെ എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഇപ്പോഴും ആ ഒരു സന്തോഷം, ആ കാര്യങ്ങളൊക്കെ അറിയിച്ച് ആ കുട്ടിയുടെ അനിയൻ ഇപ്പോൾ വീണ്ടും ഫിൻവേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെയും വൈഫിൻ്റെയും ഒക്കെ മനസ്സിൽ വലിയൊരു സംഭവം. അതേപോലെ ഈ കുട്ടി പിന്നെ അന്ന് ഹോസ്റ്റലിൽ പൂട്ടിയ സമയത്ത് വീട്ടിൽ പോവാതെ വൈഫിൻ്റെ കൂടെ എൻ്റെ വീട്ടിലൊക്കെ തന്നെ പഠിച്ചത്. ആ ഒരു കുട്ടി എപ്പോഴും മനസ്സിൽ, ആ കുട്ടി ഇടയ്ക്ക് നമ്മളെ വീട്ടിൽ വരാറുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു 2 വർഷം കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ആ കുട്ടി ഒരു അറിയപ്പെടുന്ന ഡോക്ടറായി തന്നെ മാറും എന്നുള്ളതാണ്. അവസാനമായിട്ട് എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഒരു സ്ഥാപനം വരുന്നുണ്ട്, അവിടെ സാറിന് ഒരു മികച്ച ടീമും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിലുള്ള ഒരു വിഷനും സാറിൻ്റെ ഒരു അഭിപ്രായം? നമ്മൾ വണ്ടൂർ കുറ്റിയിൽ ഒരു പഴയ സ്കൂളുണ്ട്, യൂണിറ്റി ഹൈസ്കൂൾ എന്ന പേര്, പഴയ സ്കൂളാണ്. ആ സ്കൂൾ നമ്മൾ വാങ്ങിയിട്ട്
അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ക്യാമ്പസ് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ക്യാമ്പസിൽ +1 +2 സയൻസ് റെഗുലർ ബാച്ച്, അതേപോലെ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ച്, JEE റിപ്പീറ്റേഴ്സ് ബാച്ച്, ഭാവിയിൽ 5ാം ക്ലാസ് മുതൽ സ്കൂള്, അതേപോലെ സിവിൽ സർവീസ് കോച്ചിങ്, നല്ല ഹോസ്റ്റൽ, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടി ഈ മലയോര മേഖല, നമുക്കറിയാം മലയോര മേഖലയിൽ പ്രത്യേകിച്ച് വലിയ സ്ഥാപനങ്ങളൊന്നുമില്ല. ഈ മലയോര മേഖലയിലെ സാമ്പത്തികം കുറഞ്ഞ കുട്ടികളെ മുന്നിലേക്ക് എത്തിക്കാൻ, ഉയരങ്ങളിലെത്തിക്കാൻ ഫിൻവേഴ്സ് ഇങ്ങനൊരു പദ്ധതി നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ നമ്മളെ കൂടെ മിക്കവാറും നമുക്ക് 60ഓളം ടീച്ചേഴ്സ് നമ്മളെ കൂടെയുണ്ട്. ഇവരൊക്കെ സപ്പോർട്ടായി നമ്മളെ കൂടെ, അതേപോലെ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 4-5 വർഷങ്ങൾ കൊണ്ട് വലിയൊരു ക്യാമ്പസ് നമ്മൾ വണ്ടൂരിൽ ഉണ്ടാക്കും. അപ്പോൾ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളെ പാരൻസിനോടും കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരുപാട് കാലം നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും ഈ വലിയ പ്രൊജക്റ്റിലും, ഇനി അതേപോലെ ഒരുപാട് ബ്രാഞ്ചുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഞ്ചേരി, അതേപോലെ പെരിന്തൽമണ്ണ, ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊക്കെ ഓരോ രക്ഷിതാക്കളും കുട്ടികളും അതേപോലെ ടീച്ചേഴ്സൊക്കെ നമ്മളെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതേപോലെ നമ്മളെ ഓരോ കാര്യങ്ങളും, ഓരോ കുട്ടികളുടെ കാര്യങ്ങളും, ഓരോ ബ്രാഞ്ചിൽ നടക്കുന്ന പ്രോഗ്രാമുകളും, നേരത്തെ പറഞ്ഞ ടർഫ് ഫുട്ബോൾ, ഫിൻടെസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നമ്മളെ പേജ് ഫോളോ ചെയ്യണം. മുമ്പ് പോയ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, പേജ് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങൾ ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ഞങ്ങൾ ഏതെങ്കിലും ബ്രാഞ്ചിൽ വരണം. ഇതൊക്കെ ഈ ഒരു സമയത്ത് എനിക്ക് കുട്ടിയോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഫിൻവേഴ്സിനെ കുറിച്ചും സാറിൻ്റെ വിഷനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പം ഒരുപാട് കുട്ടികൾ TC ആയാലും BEd ആയാലും കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഫിൻവേഴ്സിനെ പോലുള്ളൊരു സ്ഥാപനം, അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ ഒരു ഇൻസ്പയറിങ് ഫാക്ടേഴ്സാണ്. ഒരുപാട് ടീച്ചേഴ്സ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പഠിച്ചിറങ്ങുന്നവർ. അവർക്ക് എല്ലാവർക്കും സാറിൻ്റെ സ്ഥാപനം ഒരു ഇൻസ്പിറേഷനാണ്. ഞങ്ങളുടെ ഒരു ക്ഷണം സ്വീകരിച്ചിട്ട് ഇന്ന് സാർ ഇവിടെ വന്നതിന്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ ചൂസിങ് അസ്. താങ്ക് യു ഫോർ കമ്മിങ് സർ. താങ്ക് യു. എനിക്ക് അതിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ളതേ, ഒരുപാട് ടീച്ചേഴ്സിനെ വളർത്തിയതിൽ വലിയൊരു പങ്കുള്ള സ്ഥാപനമാണ് ഫിൻവേഴ്സ്. അപ്പോൾ ഇനി ഒരുപാട് കുട്ടികൾക്ക് ടീച്ചിങ് താല്പര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ 9th, 10th, 8th ഒക്കെ തുടങ്ങണം, ഫൗണ്ടേഷൻ തുടങ്ങണം. അതിലൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ടീച്ചിങ് ഒരു പാഷനായി കൊണ്ട് നടക്കുന്ന കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫിൻവേഴ്സിലൊക്കെ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ, ഞങ്ങൾ പരിഗണിക്കും, ഒരു സംശയവുമില്ല. അങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും ബ്രാഞ്ചിൽ വന്നോ, അതല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഞങ്ങളെ കണക്ട് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ നല്ലൊരു ടീച്ചറാക്കി മാറ്റാൻ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും. ഇത്തരത്തിലൊരു അവസരം തന്ന ക്രിയ ടോക്കിനും, അതേപോലെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ഫിദക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ.